മരണസംഖ്യ ഓരോ നിമിഷവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 162 ഇതാ ഉയരുകയാണ്. ഇനിയും എത്രയോ അധികം ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട്. അതായത് ചൂരൽമലയിൽ 105ഓളം വീടുകളുണ്ടായിരുന്നു. അതിൽ ആ ഭാഗത്ത് ഇപ്പോൾ 5 വീടുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. മുണ്ടക്കയത്ത് 200-ലധികം വീടുകളുണ്ടായിരുന്നു. അവിടുത്തെ കണക്കുകൾ ഇതുവരെ നമുക്ക് ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല. എത്രയോ മനുഷ്യരെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. ആര്, എന്ത്, എങ്ങനെയെന്നൊക്കെ അറിയേണ്ടതുണ്ട്. 2 ലയങ്ങൾ, 2 പാടികൾ പൂർണ്ണമായും ഒലിച്ചു പോയിട്ടുണ്ട്. അവിടെയൊക്കെ എത്ര അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നുണ്ടായിരുന്നു, ജീവിക്കുന്നുണ്ടായിരുന്നു, അവർക്ക് മറ്റേതെങ്കിലും ഭാഗത്തേക്ക് മാറി നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു, ആ വിവരങ്ങളൊന്നും അറിയില്ല. അതൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈന്യം അവിടെയുണ്ട്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അവർ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നിർമ്മിച്ചു കഴിഞ്ഞാൽ കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് ആളുകളെ രക്ഷിച്ച് മറ്റേ ഭാഗത്തേക്ക് സേഫായിട്ട് എത്തിക്കാൻ കഴിയും. ട്രക്കുകൾ കൂടി എത്തിക്കുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് സ്നിഫർ നായകളെ എത്തിക്കും. അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും കേരളം അക്ഷരാർത്ഥത്തിൽ കൈകോർക്കുകയാണ്. ഒരുപക്ഷെ കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായിരിക്കും. അതിനു മുന്നിൽ പകച്ചു നിൽക്കാതെ മനുഷ്യസാധ്യമായതിൽ കൂടുതൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മനുഷ്യരും ഒരൊറ്റ മനസ്സായി ഇതിനെ അതിജീവിക്കണം. എല്ലാം നഷ്ടപ്പെട്ടവരുണ്ട്. ഇത് മനുഷ്യായുസ്സിൽ സമ്പാദിച്ചു കൂട്ടിയ എല്ലാം മണ്ണിലടിഞ്ഞു പോയവരുണ്ട്. അവർക്കതെല്ലാം തിരിച്ചു നൽകേണ്ടതുണ്ട്. അതിനെല്ലാം നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. ഒരു നാടിൻ്റെ മേൽവിലാസവും ഭൂമിശാസ്ത്രവും ആകെ മറഞ്ഞിരിക്കുകയാണ്. കള്ളാടിപ്പുഴയൊക്കെ മരണപ്പുഴയായി മാറിയിട്ടുണ്ട്. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ ചുറ്റുമുണ്ട്. ഫെലിക്സിലേക്ക് പോവുകയാണ്. ഫെലിക്സ് നിൽക്കുന്നത് ചൂരൽമലയിലാണ്. അവിടെയാണ് സൈന്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഫെലിക്സ് അവിടെ ഇപ്പോൾ ഇന്ന് 4 മൃതദേഹങ്ങൾ, ഇന്ന് എത്ര മൃതദേഹങ്ങൾ, ഇന്ന് മാത്രം 22 മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ ഫെലിക്സ് നിൽക്കുന്ന ഭാഗത്തേക്ക് എത്ര മൃതദേഹങ്ങൾ എത്തിച്ചിട്ടുണ്ട്? അടക്കം സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ നേവിയുടെ അടക്കം ഉദ്യോഗസ്ഥർ എത്തിക്കൊണ്ടുള്ള ഒരു പരിശോധന, ഒരു രക്ഷാപ്രവർത്തനത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതിന്റെ ഭാഗമായി നേവി ഉദ്യോഗസ്ഥരടക്കം അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും, ഹെലികോപ്റ്ററിൽ എത്തും. തുടർന്ന് ഈ പറയുന്ന, നമുക്കിപ്പോൾ അറിയാം, ഈ മേഖലയിൽ നിന്നും പുറത്തേക്ക് ആളുകളെ റോഡ് മാർഗം കൊണ്ടുപോകാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. പ്രത്യേകിച്ചും പരിക്കേറ്റൊരു രോഗി അല്പസമയം മുമ്പ് മുണ്ടക്കൈ ഭാഗത്തു നിന്നും ഈ ചൂരൽമലയിലേക്ക് ഈ പറയുന്ന ഒരു ചെറിയ പാലമുണ്ട്, നടപ്പാലം. ആ നടപ്പാലത്തിലൂടെ മാത്രമാണ് ഈ പരിക്കേറ്റ രോഗിയെ ആംബുലൻസിലേക്ക് ഈ ചൂരൽമലയിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് ഈ മുണ്ടക്കൈ ഭാഗത്തു നിന്നും. അതുകൊണ്ട് പരിക്കേറ്റവരുണ്ടെങ്കിൽ അവരെ ഈ രീതിയിൽ കൊണ്ടുവന്നാൽ അത് ഒരുപാട് കാലതാമസമെടുക്കും. അത് വെല്ലുവിളി നിറഞ്ഞതുമാണ് ഈ പാതയോരം. അതുകൊണ്ട് തന്നെ തീർച്ചയായും നേവിയുടെ അടക്കം സഹായം തേടി നേവിയുടെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കൂടിയാകാം നേവിയുടെ അടക്കം ഹെലികോപ്റ്ററിന്റെ സഹായം തേടിയിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം